ചൂടാ? നല്ല ചൂടാ. 40 ദിവസമായിട്ട് ബിഗ് ബോസിലെ ഫുഡ് കഴിച്ച് ലക്ഷ്മിക്ക് ഒരു ആഗ്രഹം പുറത്തുനിന്ന് ഉഷാറാക്കണം. നാടൻ ബൈബിൾ ഒരു സ്ഥലത്തേക്ക് പോയി. ചന്ദ്രേട്ടന്റെ ചായക്കട. നമ്മുടെ ചന്ദ്രേട്ടന്റെ ചായക്കട. എങ്ങനെയുണ്ട് വഴിയൊക്കെ? ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. ഞാൻ ഇത് ഇപ്പൊ വന്നോന്നേ ഉള്ളൂ. കുറെ മാസങ്ങളായിട്ട് ഞാൻ നോക്കി വെച്ചിരുന്ന ഒരു സ്പോട്ടാണ്. എങ്ങനെ ഉണ്ടായിരുന്നു പൊതുവെ അവിടുത്തെ ഒരു ഫുഡ്? അവിടുത്തെ ഫുഡ് നമ്മൾ സർവൈവൽ മോഡിലായിരുന്നു. അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. ഈ ടാസ്കിന്റെ ഒക്കെ ഇടയ്ക്ക് ഒത്തിരി നേരം അങ്ങനെ കുക്ക് ചെയ്യാനൊന്നുമില്ല. ചിലര് പക്ഷെ നന്നായിട്ട് ഭക്ഷണം ഉണ്ടാക്കുന്നവരുണ്ടായിരുന്നു. അവരൊക്കെ എവിക്റ്റ് പോകുമ്പോഴത്തേക്കും അയ്യോ പോയല്ലോ ഇനി മെയിൻ കുക്ക് ഒക്കെ പോയല്ലോ എന്നുള്ള രീതിയിലല്ലേ? അല്ലെങ്കിൽ മെയിൻ കുക്കായിട്ടുള്ളവരുടെ അവരിങ്ങനെ ചോദിച്ചോണ്ടിരിക്കും എങ്ങനെയാ കടലക്കറി ഉണ്ടാക്കുന്നത്, എങ്ങനെയാ ഈ സാധനം ഉണ്ടാക്കുന്നത്. അവര് പോയാൽ തീർന്നു. ഇവിടുത്തെ ഹൈലൈറ്റ് ഫിഷ് ആണ്. അതിന്റെ മസാല എങ്ങനെയുണ്ട്? ബിഗ് ബോസിൽ ഇങ്ങനത്തെ ഫുഡ് ഉണ്ടാവാറുണ്ടോ? ഒന്നുമില്ല. ഇല്ല. ആരവിടെ ഫുഡ് ഉണ്ടാക്കാറ്? അനുമോളാണ് അടുക്കളയിൽ ഇറങ്ങാത്തത്. പക്ഷേ ജിഷിൻ നല്ല കുക്കായിരുന്നു. പിന്നെ ഷാനവാസ് നന്നായിട്ട് കുക്ക് ചെയ്യും. അപ്പൊ അല്ലാതെ മെസ്സിലെ ഫുഡൊന്നും വരില്ല? മെസ്സിലെ ഫുഡ് ഞങ്ങൾക്ക് വീക്കെൻഡ് എപ്പിസോഡ്സിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. എപ്പിസോഡിൽ ലാലേക്കം വരുന്നതുകൊണ്ടും ഞങ്ങൾക്ക് ഫുഡ് ഉണ്ടാക്കാൻ ടൈം ഇല്ലാത്തതുകൊണ്ടും ഞങ്ങളൊക്കെ റെഡി ആയിട്ട് മേക്കപ്പ് ഇട്ടിരിക്കുന്നത് കൊണ്ടും അവിടെ അന്ന് ഫുഡ് വരും. ഗംഭീര ഫുഡ് ആയിരിക്കും. അത്യാവശ്യം നല്ല ഫുഡാണ്.